അല്ലേ? ഞാൻ മൊത്തത്തിലൊന്ന് ചുറ്റി നടന്ന് കണ്ടു. എന്റെ ജയന്തിയേച്ചി, എന്ത് ഭംഗിയായിട്ട് എല്ലായിടത്തും അവർ അലങ്കരിച്ചിരിക്കുന്നേ. ഫുഡ് ദാ അവിടെയാ. യൂണിഫോമും തലപ്പാവും ഒക്കെ വെച്ച ആൾക്കാരുണ്ടെങ്കിലും നമുക്ക് വേണ്ടതെടുത്ത് കഴിക്കാം. അതിന് ബുഫേ എന്നാ പറയാ. വന്നു കയറിയ ഉടനെ തന്നെ സൗസോ ഫുഡ് കിട്ടുന്നിടത്ത് നോക്കി വെച്ചു. അതിലെന്താ തെറ്റ്? നല്ല ഫുഡ് കിട്ടുമല്ലോ എന്ന് ഓർത്ത് തന്നെയാ ഞാൻ ഈ ഫംഗ്ഷന് വന്നത്. ഫുഡ് മാത്രല്ല, മറ്റതുണ്ട്. അതെവിടെയാ സെറ്റ് ചെയ്തിരിക്കുന്നേ? മറ്റേതെന്ന് പറഞ്ഞ കുടിച്ച ചൂടാവുന്ന സാധനം. ഓ, കള്ളും വേണോ നിനക്ക്? അയ്യോ വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ പലതരത്തിലുള്ള ജ്യൂസ് ഉണ്ട്. വെള്ള കളറിലും നീല കളറിലും മഞ്ഞ കളറിലും ഒക്കെ. അല്ല, മോഹൻ ആർക്കാ ജ്യൂസ് കൊണ്ടുപോകുന്നെ? മോഹൻ ജ്യൂസ് കൊണ്ട് കൊടുക്കണമെങ്കിൽ ഏതെങ്കിലും VIP ആയിരിക്കും. മോഹൻ ആരെ എത്ര കാര്യമായിട്ട് സ്വീകരിക്കുന്നേ? വലിയ കാശുകാരിയാണെന്ന് കണ്ടാ അറിയാം. PKR സാറിന്റെ അടുത്ത ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കും. PKR സാറിന്റെ അടുത്ത ബന്ധത്തിലുള്ള പെൺകുട്ടികളോട് മോഹൻ ഇങ്ങനെ ചിരിച്ചോണ്ട് സംസാരിക്കൂ? മോഹൻ സംസാരിക്കും. കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുന്ന ആളല്ലേ, വളയ്ക്കാൻ നോക്കുന്നതായിരിക്കും. അവള് ശരിക്കും ഒന്ന് കാണാൻ എന്താ വഴി? ശരിക്ക് കാണണമെങ്കിൽ അടുത്ത് ചെല്ലണം. എല്ലാരും എന്താ ഇങ്ങനെ നോക്കുന്നേ? ഇത്രയും സൗന്ദര്യം ഉണ്ടായിട്ടാണോ നീ ഇത്രയും കാലം ഹാഫ് സാരി ഉടുത്ത് ഒരു ഉണക്ക ലുക്കിൽ നടന്നത്? കൊള്ളാവോ? കൊള്ളാവോന്നോ? ഏതോ വലിയ കാശുകാരിയാണെന്ന് ഞങ്ങൾ കരുതിയേ. നിന്റെ ലുക്ക് ആകെ മാറിപ്പോയി. നിനക്ക് ഈ സാരി വാങ്ങി തന്നത് നിന്റെ ഗന്ധർവനാണോ പാറു? ഒന്ന് പോ നിഷ ചേച്ചി, ഇതെനിക്ക് ഹോസ്റ്റലിലെ വാർഡൻ തന്ന സാരിയാ. മോഹൻ ചേട്ടാ, പാറുന് മാത്രമേ ജ്യൂസ് ഉള്ളൂ, ഞങ്ങൾക്കാർക്കും ജ്യൂസ് ഇല്ലേ? ഇവിടെ കൊണ്ടുവന്ന് തരാനൊന്നും പറ്റില്ല. വേണമെങ്കിൽ എന്റെ കൂടെ വാ. വാ പാറു. ഞാൻ കുടിച്ചു, നിങ്ങൾ കുടിച്ചിട്ട് വാ. എന്നാ പപ്പ. ഇവിടെ വച്ച് എന്റെ ഗന്ധർവൻ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് എവിടെ? കരിമുകിലിനു ചിറകുകളരുളിയ മിന്നലേ, പുതുമഴ മലരുകൾ വിതറിയ കുറുമൊഴി തെന്നലേ, വെയിലിൽ